ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത, കഴിഞ്ഞ ദിവസമൊക്കെ അഫ്ഗാൻ ഭരണകൂടമായ താലിബാൻ പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. തങ്ങളുടെ രാജ്യത്ത് കടന്നു കയറി തങ്ങളുടെ ആളുകളെ കൊന്നൊടുക്കിയ പാകിസ്ഥാന്റെ വ്യോമാക്രമണത്തിന് കനത്ത തിരിച്ചടി നൽകുമെന്ന്. ഇപ്പോൾ നൽകാൻ കഴിയുന്ന വാർത്ത, പാകിസ്ഥാന്റെ ബോർഡറിൽ അതിർത്തിയിലേക്ക് കൂടുതൽ സൈന്യത്തെ താലിബാൻ അയച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇവിടെ ഇറാനും ഒരു ജാഗ്രത പാലിക്കുന്നുണ്ട്. കാരണം ഇറാനും പാകിസ്ഥാനുമായും പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇറാൻ കുറച്ചു നാളുകൾക്ക് മുമ്പാണ് പാകിസ്ഥാനിൽ കടന്നു കയറി ആക്രമണം നടത്തിയത്. ഇപ്പോൾ ഈ അഫ്ഗാനിസ്ഥാനിലും ഇത് സമാനമായ രീതിയിലേക്ക് നീങ്ങുന്നു. ഇത് യുദ്ധം കനക്കുകയാണെങ്കിൽ അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളാണ് വളരെ കൂടുതൽ. കാരണം അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലേക്ക് നീങ്ങുമ്പോൾ അഫ്ഗാനിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനിലുണ്ട്, ബലൂചിസ്ഥാനിലടക്കമുണ്ട്. ഇതുതന്നെയാണ് പാകിസ്ഥാൻ ഈ താലിബാനെ അല്ലെങ്കിൽ അഫ്ഗാൻ ഭരണകൂടത്തെ എതിർക്കുന്നതിനും ആക്രമിക്കുന്നതിനും കാരണമായതും. ഏതായാലും അഫ്ഗാൻ സേന അതിർത്തിയിലേക്ക് എത്തുമ്പോൾ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന അഫ്ഗാനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ താലിബാനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗം തീവ്രവാദി ഗ്രൂപ്പുകളുണ്ട്. അവർ ഏത് രീതിയിൽ പ്രതികരിക്കുമെന്നറിയില്ല. അങ്ങനെയെങ്കിൽ വലിയൊരു സംഘർഷത്തിലേക്ക് പോകും. പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരേ സമയം തന്നെ ആഭ്യന്തര കലാപവും ഒപ്പം തന്നെ ബാഹ്യമായി വരുന്ന ഈ അഫ്ഗാന്റെ ആക്രമണം നേരിടേണ്ടതായി വരാം. ഇറാനും ഈ ഒരു അവസരം കാത്തിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഇറാന്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഈ പാകിസ്ഥാനിൽ ഉണ്ടാകുമോ എന്നും നോക്കിക്കാണുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ജാഗ്രതയോടുകൂടിയാണ് ഇന്ത്യ നിൽക്കുന്നത്. കാരണം ഇതിൻ്റെ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കാനോ ഇല്ലെങ്കിൽ ഇതിൽ നിന്നും എല്ലാവരുടെയും ശ്രദ്ധ വ്യതിചലിപ്പിക്കാനോ ആയി പാകിസ്ഥാൻ ഒരുപക്ഷെ ഇന്ത്യൻ അതിർത്തിയിൽ കൂടുതൽ ഭീകരരെ കടത്തിവിടാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു കലാപകലുഷിതമായ അല്ലെങ്കിൽ സംഘർഷഭരിതമായ അന്തരീക്ഷത്തിലേക്ക് കടന്നു പോകുമ്പോൾ ഏത് നിമിഷവും എന്തും സംഭവിക്കാവുന്ന നിലയിലേക്ക് ഇപ്പോൾ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബോർഡർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം.